ഹലോ ഗൈസ്, ഒരു 1.25 മാസത്തിന് ശേഷം കണ്ടുമുട്ടിയ ഒരു ആഹാര പ്രകടനമാണ് ഗൈസ് നിങ്ങൾ നേരത്തെ കണ്ടത്. അപ്പോൾ നമ്മുടെ വിമലയ്ക്ക് ടീസി മേടിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ വടക്കേ സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി ചേറൂർക്കുള്ള ബസ് കയറി അങ്ങനെ നമ്മൾ വിമലയിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് കുട്ടികളൊക്കെ കണ്ടു, കുറച്ച് പേരൊക്കെ ഇന്നലെ തന്നെ വന്നിട്ട് ടീസി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ നമ്മുടെ സിസ്റ്ററിനെ കണ്ടു കേട്ടോ, കൂടെ പഠിച്ചേ. അങ്ങനെ ഞങ്ങൾ ലൈബ്രറിക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ID കാർഡ് അവസാനമായിട്ട് അവിടെ കൊടുക്കണം, നമ്മുടെ കയ്യിൽ തന്നു വിടില്ല നമ്മുടെ ID കാർഡ്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലൈബ്രറിക്ക് കയറി. അങ്ങനെ അവിടുന്ന് ഒരു കാർഡ് തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എൻക്വയറിയിൽ കൊണ്ടു കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ അതൊക്കെ മേടിച്ചത് എൻക്വയറിക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ, ഞങ്ങൾ 3 ആളും കൂടി. അപ്പോൾ വിമലേൻ്റെ ഹരിതാപ് നിറഞ്ഞ അത്രയും മനോഹരമായ ഗാർഡൻ ഏരിയയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എൻക്വയറിയിൽ എത്തിയിട്ട് നമുക്ക് കിട്ടിയ കാർഡും കാര്യങ്ങളും അവിടെ ഏൽപ്പിച്ച് ആ ചേച്ചി നമ്മുടെ TC തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കോഴ്സ് ആൻഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അടുത്തത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചേച്ചി നമ്മുടെ TC ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അതൊക്കെ മേടിച്ച് ഞങ്ങൾ വിമലേൻ്റെ ഒരു വീഡിയോ ഒക്കെ ലാസ്റ്റായിട്ട് എടുത്ത് ഞങ്ങളുടെ ഹോസ്റ്റലിലെ വാർഡൻ സിസ്റ്റർ ഉണ്ടായിരുന്നു, സിസ്റ്ററിനൊക്കെ ഇട്ടൊന്ന് സംസാരിച്ച് ഇനി അടുത്തത് മെയിൻ സാധനം ഞങ്ങളുടെ പള്ളിമൂലയ്ക്ക് പോകാം കേട്ടോ. പള്ളിമൂല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താ പറയുക, വിമലുണ്ടോ എന്നാൽ ഞങ്ങളുടെ പള്ളിമൂലയുണ്ട്. ഒപ്പം ഹോസ്റ്റലിൽ ഞങ്ങൾക്ക് ആകെ പുറത്തിറങ്ങാൻ പറ്റുക ബുധനാഴ്ചയും അതുപോലെ തന്നെ ശനിയാഴ്ച കേട്ടോ. അതും ഈ പള്ളിമൂലയ്ക്കാണ് ഞങ്ങളെ വീട്. അതിൻ്റെ അപ്പുറം തൃശ്ശൂരോ എവിടേക്ക് നമ്മൾ നോക്കണ്ട, ആകെ ശനിയാഴ്ച മാത്രം എങ്ങാനും വിട്ട് അതന്നെ. അപ്പോൾ പള്ളിമൂല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത്രയും അവിടെ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഒരു ഗ്യാങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെയാണ്, ഇപ്പോൾ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് കോളേജിൽ, പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വിമലയിൽ വെച്ചിട്ട് ഫോണിൽ 5:30 എന്നുള്ളൊരു ടൈം കാണിക്കാണ്ട് ഞങ്ങൾ ഹോസ്റ്റലിൻ്റെ ഗേറ്റിൻ്റെ അപ്പുറം കിടക്കില്ല കേട്ടോ. പിന്നെ അങ്ങനെ അവിടെ നിന്ന് കോൾഡ് ബൂസ്റ്റൊക്കെ ഇതൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ, ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പോണ വഴി തൃശ്ശൂർ എക്സിബിഷനും കാര്യങ്ങളും നടക്കുന്നതൊക്കെ കണ്ടു കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുന്തം റെസ്റ്റോറൻറ്റ്, നമ്മുടെ വടക്കേ സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ടുള്ള റെസ്റ്റോറൻറ്റ്, കഴിയുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് തന്നെയാണ് പോകലുള്ളത്. പിന്നെ ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ബിരിയാണിൻ്റെ മെയിൻ ഫാനായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അതിൻ്റെ ഇടയിൽ ശ്രീമോള് വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇപ്രാവശ്യം ഓർഡർ ചെയ്തൊരു കോംബോ ആയിട്ട് നമ്മുടെ ബർഗർ അതുപോലെ ലൈമ് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ പാടെ കിട്ടുന്നൊരു കോംബോ ആണ് ഞങ്ങൾ ട്രൈ ചെയ്തിട്ട് പ്രാവശ്യം. അങ്ങനെ നമ്മൾ വടക്കേ സ്റ്റാൻഡിൽ എത്തി തിരിച്ചു പോകാനായിട്ട് നോക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ ഐശ്വര്യ വന്നു, അതുപോലെ ദീപ്തിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ദീപ്തി TC മേടിച്ച് വരുന്നുണ്ട് പറഞ്ഞിട്ട് ദീപ്തി വന്നു. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഷൊർണൂർക്ക് ബസ് കയറാനായിട്ട് പോകാം കേട്ടോ ഗൈസ്. ദർശൻ അങ്ങനെ തൃപ്രയാർ ബസ് കയറാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ വലിയൊരു സംഭവം ഉണ്ടായി ഗൈസ്, ഞാൻ പറയാൻ മറന്നുപോയി. കാരണം ഞങ്ങൾ കുന്തം റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് പൈസ കൊടുക്കാൻ മറന്നുപോയി ഗൈസ്. ഞങ്ങൾ വർത്താനം പറഞ്ഞ് അങ്ങനെ പോന്നു. അതിൽ അവിടുന്ന് ഏട്ടൻ വന്ന് ബേക്കിൽ വന്ന് തട്ടിയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് പൈസ കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം. തിരിച്ചങ്ങോട്ട് പോയി പൈസ കൊടുക്കാൻ പോയപ്പോഴാണെങ്കിലോ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റാഫുകളും അതേപോലെ തന്നെ കഴിക്കാൻ വന്ന എല്ലാവരും ഞങ്ങളെ നോക്കി ചിരിക്കുകയായിരുന്നു. എന്താ ചെയ്യണ ഒരു സാധനം ഉരിഞ്ഞു പോകാന്നൊക്കെ പറയില്ലേ, ആ അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ബസ്സൊക്കെ കയറി നമ്മൾ ഷൊർണൂർ എത്തിട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ട്രെയിൻ ഞങ്ങൾക്ക് എന്തോ ഭാഗ്യത്തിന് കിട്ടിയതാണ് കേസ്. ഇല്ലെങ്കിൽ 6 മണി വരെ നമ്മൾ മൂഞ്ചി ഷൊർണൂർ ഇരിക്കേണ്ട അവസ്ഥയായിരുന്നു. പിന്നെ കുറേ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഇരുന്നു. പിന്നെ അങ്ങാടിപ്പുറം എത്തിയപ്പോൾ ഐശ്വര്യ ഇറങ്ങിട്ടോ. പിന്നെ വാണിമ്പിൽ എത്താനായപ്പോൾ ഞാനും കൃഷ്ണൻ്റെ അടുത്ത് ടാറ്റ പറഞ്ഞിറങ്ങി. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ അത്രയ്ക്കുള്ള ഗെയ്സ്, ബൈ.